പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 2ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. രക്ഷിതാക്കൾക്ക് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാം. മുഴുവൻ കാണുകയും കുട്ടികളിൽ പഠിപ്പിക്കുകയും ചെയ്യുക. മുഴുവൻ മാർക്കും കുട്ടികൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ ലിസാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ അറബി വേർഡുകളും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ മറ്റൊരു ലിസാൻ്റെ മോഡൽ ചോദ്യപേപ്പറും വിഷയങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന വേറൊരു വീഡിയോ ഉണ്ട്. മുന്നേ അത് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ കൃത്യമായി ലിസാൻ്റെ പ്രയോഗങ്ങളും സൂത്രവാക്യങ്ങളും ഐഡിയകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പരീക്ഷ അവർക്ക് എഴുതാനും പിന്നെ മനസ്സിലാക്കാനൊക്കെ കഴിയും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ആദ്യം വായിക്കുന്നത് മോഡൽ ചോദ്യപേപ്പറാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, സിൽ ബിമ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. യോജിച്ചവ, അപ്പോൾ 4 ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് 4 പേരുകൾ കാണാം. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തം നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് യോജിച്ചതിലേക്ക് വരച്ചു കൊടുക്കാനാണ്. കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു തത്തയുടെ ചിത്രമാണുള്ളത്. തത്ത എന്നുള്ളതിന് അറബിയിൽ ബബ്ആഉൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിനോട് യോജിച്ചിട്ടുള്ളത്. അപ്പോൾ തത്തയിൽ നിന്ന് ബബ്ആയിലേക്കൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ വെണ്ടയുടെ ചിത്രമാണ്. വെണ്ടക്ക് ബാമിയ എന്നാണ് അറബിയിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓറഞ്ച് കാണാം. ഓറഞ്ചിന് ബുർത്തുക്കാൽ എന്നും. പിന്നെ താഴെ പൂച്ചയുടെ ചിത്രം കാണുന്നു. പൂച്ചക്ക് അറബിയിൽ ഹിറത്തുൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും യോജിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പാഠഭാഗത്തിൽ വന്ന ചിത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചിത്രങ്ങളുടെ പേരുകൾ കൃത്യമായി കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. അറബിയിലുള്ള പേരാണ്, മലയാളത്തിൽ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അറബിയിലുള്ള പേരുകൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒന്നുകിൽ ഇതുപോലത്തെ ചോദ്യം, അല്ലെങ്കിൽ വാക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ അറബി എഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ വാക്കുകൾ കൊടുത്ത് ചിത്രങ്ങളുമായി യോജിപ്പിക്കാനുള്ള മറ്റുള്ള മോഡൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും രക്ഷിതാക്കൾ കണക്കിലെടുത്ത് എല്ലാ ചിത്രങ്ങളുടെയും അറബികൾ പഠിപ്പിക്കുക. അറബി പറഞ്ഞിട്ട് അതിൻ്റെ ചിത്രം പറയാൻ വേണ്ടി, ചിത്രത്തിൻ്റെ പേര് പറയാൻ വേണ്ടിയും ആവശ്യപ്പെടുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക. കാരണം മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ ചാനൽ വരുന്നത്. വരും ഭാവിയിലൊക്കെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല വിജ്ഞാനങ്ങൾ അതുവഴി നമുക്ക് ശേഖരിക്കാം. നമ്മുടെ മക്കൾക്കും ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ആമീനോ അല്ലെങ്കിൽ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. അജിബ് അൻ അസ്ഇലത്തിൽ ആത്തിയ, ഇതൊക്കെ ഉസ്താദ് വായിച്ചു കൊടുക്കും. കുട്ടികൾ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി കൊടുത്താൽ മതി. ചോദ്യത്തിൻ്റെ രീതി അറബിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അജിബ് അൻ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇവിടെ 4 അയിന ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ 4 വന്നില്ലെങ്കിലും 2 ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അയിനയുടെ പാഠത്തിലുള്ള മെയിൻ ഭാഗത്തിൽ വന്ന അയിന വെച്ചിട്ടുള്ള ചോദ്യവും അതിന് നേരെയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരവും കൃത്യമായും രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം 2 3 ചോദ്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തത് ഐനൽ മുഅല്ലിമു എന്നുള്ളതാണ്. മുഅല്ലിം എവിടെയാണ്? അപ്പോൾ ആ പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അൽ മുഅല്ലിമു ഫി സൊഫി. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ നിൽക്കുന്ന ഉസ്താദിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ട് അൽ മുഅല്ലിമു ഫി സഫി എന്നുണ്ട്. ഇനി രണ്ടാമത്തത് ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെയാണ്? അൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് ചുമരിൻ്റെ മേലാകുന്നു. 3 ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണ്. ഐനൽ ലിബ്നു, മകൻ എവിടെയാണ്? അൽ ലിബ്നു അല ദറാജത്തി, മകൻ
സൈക്കിളിന് മേലാകുന്നു. ഇതിൽ പാഠത്തിൻ്റെ മെയിൻ പേജിൽ വന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ മെയിൻ പേജിൽ അല്ലാതെ അതിൻ്റെ വർക്കിൽ തെദ്രീബാത്തിൽ വന്ന അയിന ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അതിൽപ്പെട്ടതാണ് ഐനൽ കഅബത്തു, കഅബ എവിടെയാണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ കഅബ മക്കയിലാകുന്നു. അപ്പോൾ മെയിൻ പേജിൽ വന്നതും അതിൻ്റെ തെദ്രീബാത്തിൽ വന്നതുമായ അയിന ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി ഇതേ ചോദ്യം തന്നെ തിരിച്ച് ഉത്തരം കൊടുത്തിട്ട് അയിനെ വെച്ച് ചോദിക്കാനും ഉണ്ടാകും. അതുകൊണ്ട് ആ ഭാഗം നന്നായി പഠിപ്പിക്കുക. തിരിച്ചും മറിച്ചും പഠിപ്പിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. മൂന്നാമത്തത് സമ്മിൽ അഷ്യ താലിയ, താഴെ പറയുന്നവക്ക് പേര് നൽകുക എന്നുള്ളതാണ്. 6 ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. 6 ചിത്രങ്ങളുടെ പേരുകൾ എഴുതി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയും നമ്മൾ ചിത്രങ്ങൾ യോജിപ്പിക്കാനുണ്ടായി. ഈ ചോദ്യം ചിത്രങ്ങളുടെ പേരെഴുതാനാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് കൃത്യമായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആദ്യം പറഞ്ഞതും ഈ പറഞ്ഞതും നന്നായി കുട്ടികളെ പഠിപ്പിക്കുക. ഇവിടെ ആദ്യത്തെ ചിത്രം ആപ്പിളിൻ്റെ ചിത്രമാണ്. ആപ്പിളിന് തുഫാഹത്തുൻ എന്നാണ് പറയുക. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പൊതുവായ വിഷയം, ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെ പേരും അത് സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിലുള്ളത്. അതുമാത്രമല്ല സ്ത്രീവർഗമായി വരുന്നത്. അറബി ഭാഷയിലെ മറ്റു വസ്തുക്കളുടെ പേരിൻ്റെ അവസാനത്തിൽ താ വന്നാൽ, ഇപ്പോൾ തുഫാഹത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ താ ഉണ്ട്. ആ താ വന്ന പദങ്ങളൊക്കെ സ്ത്രീവർഗമാണ്. സ്ത്രീവർഗമായാൽ എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം? സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതൊക്കെ ഇവറ്റകൾക്കും ഉപയോഗിക്കും, ഈ പദങ്ങൾക്കും ഉപയോഗിക്കും. ഇപ്പോൾ ആദിഹി എന്ന്, ഇത് എന്ന് സ്ത്രീവർഗത്തെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ ആദിഹിയാണ് ഉപയോഗിക്കുക. ഈ ആദിഹി തന്നെയാണ് താ ഉള്ള പദങ്ങൾക്കും ഉപയോഗിക്കുക. അതേ പ്രകാരം തന്നെ അത് എന്നുള്ളതിനേക്ക് സ്ത്രീ ആണെങ്കിൽ തിൽക്കയാണ് ഉപയോഗിക്കുക. ആ തിൽക്ക തന്നെയാണ് ഈ തുഫാഹത്തുൻ എന്നുള്ളതിൽ പോലത്തെ താ ഉള്ള പദങ്ങൾക്കും ഉപയോഗിക്കുക. അപ്പോൾ അറബി പദങ്ങളിലെ എല്ലാ സ്ത്രീകളും സ്ത്രീവർഗമാണ്. അതുമാത്രമല്ല അവസാനത്തിൽ താ ഉള്ളതും സ്ത്രീവർഗമാണ്. അതുകൊണ്ട് താ ഉള്ളതിനെ നമ്മൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ തിൽക്കയും ആദിയൊക്കെ കൊടുത്ത് ഉപയോഗിക്കുക. അത് നമ്മൾ കുട്ടികളെ പറഞ്ഞങ്ങ് ബോധിപ്പിച്ചു കൊടുത്താൽ എന്നാൽ കുട്ടികൾക്ക് ഒരിക്കലും തെറ്റില്ല. താ ഉള്ളത് സ്ത്രീവർഗമാണ്, താ ഇല്ലാത്തത് പുരുഷവർഗമാണ്. നിങ്ങൾക്കതിൻ്റെ താഴെ ബക്കറ്റിൻ്റെ ചിത്രം കാണാം. ബക്കറ്റിന് എന്താ അറബിയിൽ കൊടുത്തിരിക്കുന്നത്? ദൽവൻ എന്നുള്ളതാണ്. അത് പുരുഷവർഗമാണോ സ്ത്രീവർഗമാണോ? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും അത് പുരുഷവർഗമാണ്. കാരണം അത് താ ഇല്ലാത്തതാണ്. അപ്പോൾ എല്ലാ പുരുഷന്മാരുടെ പേരുകളും പുരുഷവർഗമാണ്. അതുമാത്രമല്ല താ ഇല്ലാത്ത വസ്തുക്കളുടെ പേരുകളൊക്കെ അതും പുരുഷവർഗമാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ആദയും ദാലിക്കയൊക്കെ താ ഇല്ലാത്ത പദങ്ങൾക്കും ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ ലിസാൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വിഷയം. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പമായി കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇനി അതിൻ്റെ താഴെയുള്ളതൊക്കെ എളുപ്പം മനസ്സിലാക്കാം. പശുവാണ്, ബക്കറത്തുൻ, തുൻ ഉള്ളതുകൊണ്ട് സ്ത്രീവർഗമായിരിക്കും. കാറിന് സയ്യാറത്തുൻ എന്നാണ് പറയുക. തുൻ ഉള്ളത് അതുകൊണ്ടും അതും സ്ത്രീവർഗമാണ്. ഇനി പപ്പായൻ്റെ ചിത്രമുണ്ട്, ബബായ എന്നാണ് പറയുക. ബബായ പുരുഷവർഗമാണ്, തായില്ല. പൂവൻ കോഴി അത് ആണാണ് എന്നറിയാം, അതിൽ തായില്ല, ദീക്കുൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചിത്രങ്ങളുടെ അറബി വരുന്നത്. അറബിയോടുകൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പുരുഷവർഗവും സ്ത്രീവർഗവും അതിന് വരുന്ന ഉപയോഗങ്ങളും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ കമ്മിൽ ഫറാ കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ വിട്ട ഭാഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. 7 ഐസ്ക്രീം കൊടുത്തിട്ട് അവിടെ 7 എന്നും സബഅത്തുൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ കാറ് നോക്കി, അപ്പോൾ 4 എണ്ണമാണുള്ളത്. 4 എന്താ അറബി പറയാം? അർബഅത്തുൻ എന്നാണ്. പാത്രം നോക്കുമ്പോൾ ചട്ടി നോക്കുമ്പോൾ 3 എണ്ണമാണ്. ഞാനവിടെ 3 എന്ന് എഴുതി കൊടുത്തു. 3 എന്താ അറബിയിൽ പറയുക? സലാസത്തുൻ എന്നാണ്. ഐഫോണാണ്, 9 ഐഫോൺ ഉണ്ട്. 9 എന്ന് ഞാൻ അവിടെ എഴുതി കൊടുത്തു. തിസ്അത്തുൻ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം. എണ്ണം അക്കത്തിലും അക്ഷരത്തിലും നിർബന്ധമായും രക്ഷിതാക്കൾ പഠിപ്പിക്കുക. മുഴുവൻ മാർക്കും നേടാൻ കഴിയും. ഇനി അടുത്തത് നെഖ്താറു മിനൽ കൗസൈനി വനുക്കമ്മിലു, ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് തിൽക്ക മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ ചോദ്യചിഹ്നമാകുമ്പോൾ തിൽക്കയോട് യോജിച്ച ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയെന്ന് ആദ്യം ഇതിൽ നോക്കുക. ഇതിലിപ്പോൾ ആകെ മായുണ്ട്, അയിനയുണ്ട്. ഇത് രണ്ടുമാണ് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അയിന പറ്റില്ല, അയിന തിൽക്ക എന്നൊരിക്കലും പറയില്ല. അപ്പോൾ മാ തിൽക്ക എന്നാണ് പറയുക. അത് എന്താണ്? തിൽക്ക സ്ത്രീകൾക്കുള്ളതാണ്. ഇനി ഉസ്താദുൻ ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് വളരെ എളുപ്പമാണ്, അയിന ഉസ്താദുൻ.
പിന്നെ ബൈത്തി എൻ്റെ വീട്ടിൽ ദറാജത്തുൻ സൈക്കിള്. അപ്പോൾ അവിടെ യോജിച്ചത് ഫീ ആണ്, എൻ്റെ വീട്ടിൽ സൈക്കിളുണ്ട് എന്നുള്ളത്. ഇനി മാഞ്ചിയോട് യോജിച്ചത് ഏതാണ്? ഹാദാ മാഞ്ചിയാണ്. പിന്നെ യദീ സാഅത്തുൻ കയ്യിൻ്റെ മേൽ വാച്ച്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലേക്ക് വരുന്നത് അലയാണ്, മേൽ എന്നുള്ളത്. അപ്പോൾ കൈയുടെ മേലിൽ വാച്ചുണ്ട്. ഇനി ബിൻതുൻ എന്നാണ്, പെൺകുട്ടിയെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഇതിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നത് അൻതിയാണ്. അൻത ആണുങ്ങൾക്കും അൻതി പെണ്ണുങ്ങൾക്കുമാണ്. അപ്പോൾ അൻതി എന്ന് നമുക്ക് വേഗത്തിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രിക്ക് രക്ഷിതാക്കളൊന്ന് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് വേഗം എഴുതാൻ കഴിയും. ലിസാൻ എന്ന് പറയുന്നത് അത്രയ്ക്കും എളുപ്പമുള്ളതാണ്. അരമണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി കഴിയാൻ നമുക്ക് സാധിക്കും, നല്ലോണം പഠിപ്പിച്ചാൽ. ഇനി അടുത്ത പ്രവർത്തനം നെസ്അലു വനുജീബു, ചോദിക്കാം ഉത്തരം എഴുതാം എന്നാണ്. അതിലൊന്ന് അയിനസ്സമക്കു, മത്സ്യം എവിടെയാണ്? അസ്സമക്കു ഫിൽമായി, മത്സ്യം വെള്ളത്തിലാകുന്നു. ഇനി മൻ ദാലിക്ക, അത് ആരാണ്? ദാലിക്ക അഹീ, അത് എൻ്റെ സഹോദരനാണ്. സഹോദരൻ ആണായതുകൊണ്ടാണ് ദാലിക്ക ഉപയോഗിച്ചത്. ഇനി മൻ ആദിഹി, അത് ആരാകുന്നു? ആദിഹി ഉപയോഗിച്ചത് ആദിഹി ഉഖ്തി എന്നുള്ളത് പെണ്ണായതുകൊണ്ടാണ്. ഇനി മാ ഹാദ, അതെന്താകുന്നു? ഇത് എന്താകുന്നു? ഹാദ മിർസമുൻ, ഇത് പെൻസിലാകുന്നു. മിർസം എന്ന് പറഞ്ഞാൽ പെൻസിൽ, നോട്ട് ചെയ്ത് വെക്കുക. മാ ദാലിക്ക, അത് എന്താകുന്നു? ദാലിക്ക മാഞ്ച എന്നുള്ളതിൽ താ ഇല്ലാത്തത് കൊണ്ടാണ് ദാലിക്ക കൊടുത്തത്. മാ തിൽക്ക, അതെന്താകുന്നു? തിൽക്ക ബിത്തീഹത്തുൻ എന്നുള്ളതിൽ താ ഉള്ളത് കൊണ്ടാണ് തിൽക്ക കൊടുത്തത്, അത് വത്തക്കയാകുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തി നന്നായി പഠിപ്പിക്കുക. കുട്ടികൾക്കൊക്കെ നല്ല വിജയം അല്ലാഹു തആല നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാ രക്ഷിതാക്കളുടെ മക്കൾക്കും എല്ലാ പരീക്ഷയിലും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ. ഒരു ലൈക്ക് കൊടുത്തേക്കുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.